കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം കഷ്ടത അനുഭവിച്ചതായ പശ്ചാത്തലങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു നാളും കാണുകയില്ല. ആ ജനത്തോട് പ്രൈസ് ദി ലോർഡ് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ എന്ന് പ്രൈസ് ദി ലോർഡ് ഇവിടെ ഹല്ലേലൂയ മോശ തൻ്റെ ജനത്തോട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കഷ്ടതകൾ അനുഭവിച്ചപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവയായ ദൈവം അവരോട് കൂടെ ഉണ്ട് എന്ന് ഇവിടെ ഹല്ലേലൂയ മോശ ദൈവജനത്തോട് പറയാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് നമ്മുടെയും ജീവിതത്തിനകത്ത് നാം ഒരു സമയത്ത് നമ്മൾ മിസ്രൈമിൽ കടന്നവരായിരുന്നു. എന്നാൽ ആ മിസ്രൈമിൽ നിന്ന് കർത്താവിൻ്റെ വിലയ്ക്ക് നമ്മെ വാങ്ങി, നമ്മെ കർത്താവ് ദൈവ പൈതലാക്കി നമ്മെ മാറ്റിയെങ്കിൽ ഇവിടെ പറയുകയാണ്, പലപ്പോഴും ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ കടന്നു വരുന്നപ്പോൾ മിസ്രൈമിൽ കടന്ന ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. ഇന്ന് നമ്മുടെ കർത്താവായ ദൈവം നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലുള്ളതായ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ ഉറച്ചു നിൽക്കണം. ഈ ദിനങ്ങൾ നമുക്ക് ഉറച്ചു നിൽക്കുമ്പോൾ കർത്താവായ ദൈവം നമുക്ക് എല്ലാവിധമാനവതായ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രതിസന്ധികളിൽ അതിജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. മോശ കടൽമേൽ ഹല്ലേലൂയ കൈ നീട്ടിയപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് രണ്ടായി പിളരുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന് മേഘസ്തംഭത്തിലൂടെയും അഗ്നിസ്തംഭത്തിലൂടെയും നടത്തിയ സ്വർഗീയ പിതാവായ ദൈവം ഇസ്രായേൽ ജനം കണ്ട കഷ്ടതകളുടെയും നടുവിലൂടെ യഹോവയായ ദൈവം അവരെ വിടുവിക്കുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ അതിലൂടെ നടുവിലൂടെ നടത്തുന്ന ഒരു സ്വർഗീയ പിതാവായ ദൈവമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ പല രീതികളിലൂടെയും ജീവിതത്തിൽ കൊടുങ്കാറ്റിൽ കിടക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം, കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. എന്നാൽ യഹോവയായ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മിസ്രൈമിനെ ഒരു നാളും കാണുകയില്ല. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ കർത്താവായ ദൈവം വലിയ അനുഗ്രഹങ്ങൾ പകരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവലിച്ചതുപോലെ ഉണങ്ങിയ നിലത്തിലൂടെ നടത്തിയത് കർത്താവായ ദൈവമാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞത് ഉണങ്ങിയ നിലത്തിലൂടെ നടത്തിയ ആ കർത്താവായ ദൈവം ഇന്നും നടത്തുവാൻ തക്കവണ്ണം, നമ്മെ പരിപാലിക്കുവാൻ തക്കവണ്ണം കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേർതിരിച്ചതുപോലെ നമ്മെ അതിലൂടെ നടത്തും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തിൽ കൂടെ നടന്നു പോയി. ഹല്ലേലൂയ. അപ്പോൾ നടത്തിലൂടെ നടത്തുന്ന ഒരു കർത്താവായ ദൈവം, പരിപാലിക്കുന്ന ഒരു കർത്താവായ ദൈവം ഇന്ന് പറയട്ടെ, നമ്മൾ പല രീതിയിലും പല അനുഭവത്തിലൂടെയും സമുദായത്തിലൂടെ അങ്ങനെ പല രീതികളിലൂടെ നമ്മൾ കടന്നതായിരുന്നു. എന്നാൽ അവിടുന്നൊക്കെ കർത്താവായ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, കർത്താവിൽ നമ്മൾ വിശ്വസ്തയോട് നിൽക്കുകയാണെങ്കിൽ പറയട്ടെ, ദൈവ പൈതലേ, യഹോവയായ ദൈവം
അനുഗ്രഹിക്കുന്ന കർത്താവായ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ പ്രതിസന്ധികളെയും മിസ്രൈമിനെ എടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നാം കടന്നു പോകുമ്പോൾ ആ വാഗ്ദത്തം പ്രാപിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവായ ദൈവം അനുഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവിനോട്, കർത്താവായ ദൈവമേ എന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നാലും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഇനി ഞാൻ കെട്ടുമുട്ടിൽ കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുന്നൊക്കെയും എന്നെ പുറത്തു കൊണ്ടുവന്ന് എന്നെ ഉറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ നടത്തിയ എൻ്റെ കർത്താവേ നന്ദി എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. യോശുവയോട് പറഞ്ഞു, യോശുവയേ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. അതുപോലെ ഈ ദിനങ്ങൾ ഉറപ്പും ധൈര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. അവിടെയൊക്കെ കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം.